ഹായ്, ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കാനാണെങ്കിൽ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. വീട്ടിൽ വല്ല പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഞാനൊരു 12 സ്ലൈസ് ബ്രെഡ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്. പിന്നെ പുളിയില്ലാത്ത നല്ല കട്ട തൈര് വേണം ഇതിന്, തീരെ പുളി ഉണ്ടാവാൻ പാടില്ല. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. തൈരിന് അല്പം മധുരം വേണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടിയത് നമുക്കൊരു മല്ലിയില ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 1.5 കപ്പ് തേങ്ങ ചിരവിയതും, പിന്നെ മല്ലിയില വേണം, ചെറിയ ഉള്ളി 3-4 പീസ്, 2 പച്ചമുളകും, ആവശ്യത്തിന് ഉപ്പ് കൂടിപ്പോകാം, ഇത് ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ചട്നി തയ്യാറാക്കാം. അപ്പം ഞാൻ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പച്ചമുളകും ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനൊപ്പം ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് ചട്നി ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരക്കണ്ട ആവശ്യമില്ല, ഇതുപോലെ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ 4 സൈഡ്സും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 12 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും അളവ് ആവശ്യമില്ലെങ്കിൽ ഒരു 8 സ്ലൈസ് എടുത്താൽ മതിയാവും. പിന്നെ അത് വീറ്റ് ബ്രെഡാണ്, നമുക്ക് ഇതിന് പകരം മൈദട വാങ്ങിയാലും മതി, അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി സൈഡ് കട്ട് ചെയ്തതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇനി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ സൈഡ്സും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 12 സ്ലൈസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് തൈര് റെഡിയാക്കി എടുക്കാം. തൈരിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഒരു 1/2 കപ്പിൽ കൂടുതൽ തൈര് എടുക്കുന്നുണ്ട്. തൈര് എടുക്കുമ്പോൾ എപ്പോഴും പുളിയില്ലാത്ത തൈര് എടുക്കണം. പിന്നെ വീട്ടിൽ തന്നെ പാല് നമുക്ക് ഉറവൊഴിച്ച് നല്ല തൈര് ഉണ്ടാക്കാവുന്നതാണ്, കട്ടത്തൈര്. എന്തായാലും ഇതിലേക്ക് അല്പം മധുരമുള്ളൊരു തൈരാണ് ഇതിനാവശ്യം, പുളി തീരെ ഇല്ലാത്ത. അപ്പോൾ നമ്മൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ഗ്ലാസിൻ്റെ നീളത്തിലുള്ളൊരു ഡിഷ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതില്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്ലേറ്റ്, നീളത്തിലുള്ളൊരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ട്രേയോ, അല്പം ചെറിയൊരു കുഴിയുള്ള അത് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു 6 എണ്ണം ഞാനിവിടെ ആദ്യം ബ്രെഡ് വെച്ചിട്ടുണ്ട്, ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ചട്നി നന്നായിട്ട് തേച്ച് കൊടുക്കാം. തേച്ചതിൻ്റെ മേലെ വീണ്ടും ബ്രെഡ് പീസ് വെക്കണം. ഇപ്പോൾ ഒരു 6 എണ്ണമാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു 4 എണ്ണം മതിയാവണമെങ്കിൽ അളവനുസരിച്ച് എടുത്താൽ മതി. ഇപ്പോൾ എല്ലാ ബ്രെഡ് പീസും ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ മധുരമുള്ള തൈര്, പുളിയില്ലാത്ത തൈര് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തേച്ച് കൊടുത്താലും മതി. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് എല്ലാ സൈഡും ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പോഴോ കുറച്ച് ഭംഗിയുണ്ടാവും കാണുമ്പോൾ. ഇതിൻ്റെ മേലേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആവശ്യത്തിന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ബാക്കിയുള്ള തൈര് പിന്നെ അല്പം കൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാതെ ഈ കൂടെ തൈര്, അതും കൂടെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. ബ്രെഡിൻ്റെ സൈഡൊന്നും കാണില്ല. അങ്ങനെ ഫില്ല് ചെയ്ത സ്ഥലത്തേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കുറച്ച് വെതറി കൊടുക്കുക. കണ്ടോ? ഇപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ തോന്നണില്ലേ? ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.